എ സ്പീക്കർ ഈസ് മെയ്ഡ് നോട്ട് ബോൺ. എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം സ്റ്റേജിൽ, അല്ലേ? അതിൻ്റെ അർത്ഥം ജന്മസിദ്ധമായി കിട്ടുന്ന ഒരു കഴിവല്ല എന്ത്? പബ്ലിക് സ്പീക്കിംഗ്. ഒരു പബ്ലിക് സ്പീക്കറും ഇവിടെ പബ്ലിക് സ്പീക്കറായി ജനിക്കുന്നില്ല. അപ്പോഴാണ് നമ്മളിവിടെ തെറ്റിദ്ധരിച്ച് അത് അവരൊക്കെ ഗിഫ്റ്റഡാ, ടാലൻറ്റഡാ, അവർക്ക് വേറെ റേഞ്ചാണ്. നോ, അതൊന്നുമല്ല. അവർ ആ സ്കില്ല് നേടിയെടുത്തു, നമ്മൾ ആ സ്കില്ല് നേടാൻ മെനക്കെട്ടില്ല. ദാറ്റ്സ് ദ ഡിഫറൻസ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അത്യാവശ്യം നല്ലൊരു പബ്ലിക് സ്പീക്കറാണോ ഇപ്പോൾ? ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് ചോദിക്കുന്നത്. ആണേ, ഇതേ ഞാൻ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആദ്യത്തെ ട്രെയിനിങ് എടുക്കാൻ ഞാൻ ട്രിവാൻഡ്രത്ത് പോവുകയാണ്. നമ്മുടെ അറ്റ്ലസ് കിച്ചൻ്റെ ഷാജഹാൻ സാറിൻ്റെ ടീമിൻ്റെ ട്രെയിനിങ് എടുക്കാൻ. സാർ എന്നെ വിളിക്കുന്നു. അന്ന് എനിക്ക് ഇതറിയില്ല, ട്രെയിനിങ് എന്താണെന്ന് പോലും അറിയില്ല. സാർ എന്നെ വിളിക്കുന്നു. സാർ എൻ്റെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ഇട്ട് തരുന്നു. എനിക്ക് പേടി. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ സുഹൃത്തായ മറ്റൊരു ട്രെയിനറെ കൂട്ടി. എനിക്ക് അന്ന് അദ്ദേഹം തന്ന 20,000 രൂപയാണ് അഡ്വാൻസ് തന്നത്. 10,000 രൂപ ഞാൻ പുള്ളിക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൂട്ട് ഇന്ന ദിവസം ട്രിവാൻഡ്രത്തൊരു ട്രെയിനിങ് ഉണ്ട്, എൻ്റെ കൂടെ വരണം. കാരണം എന്താ? അയാൾക്ക് നല്ല ശീലമുണ്ട് ട്രെയിനിങ് എടുത്ത്, എനിക്കതില്ല. എനിക്കതുകൊണ്ട് ഭയങ്കര പേടി. ഞങ്ങൾ രണ്ടുപേരൂടെ ട്രെയിനിങ് എടുക്കാൻ പോയി. ആദ്യത്തെ 1.5 മണിക്കൂർ ഞാനെടുത്തു, അത് കഴിഞ്ഞുള്ള 1.5 മണിക്കൂർ പുള്ളി എടുത്തു, അത് കഴിഞ്ഞുള്ള 1.5 മണിക്കൂർ ഞാനെടുത്തു, പിന്നെ 1 മണിക്കൂർ ഇങ്ങനെ. അപ്പം എൻ്റെ കൈവിട്ട് പോയാലും താങ്ങി നിർത്താൻ ഒരാളെ ഞാൻ കൂടെ കൊണ്ടുപോയി. ഇന്ന് എനിക്ക് ആ പേടിയുണ്ടോ? ഉണ്ടോ? എന്താ സംഭവിച്ചത്? എനിക്ക് ഓരോ തവണയും ഈ സ്കില്ല്, ഈ ടാലൻറ്റ് കൂട്ടിയെടുത്ത് കൊണ്ടുവന്നു. ശരിയാണോ? അതല്ലാതെ എന്തെങ്കിലും മാജിക് ഈ 7 വർഷത്തിനിടെ സംഭവിച്ചോ? ഓരോ തവണയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ഓരോ തവണ ഉണ്ടാകുന്ന തെറ്റുകൾ തിരുത്തുകയും ചെയ്തപ്പോൾ ഐ ബിക്കം എ ബെറ്റർ വേർഷൻ ഓഫ് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്തു? ചീകി റെഡിയാക്കി എടുത്തുകൊണ്ടേയിരുന്നു. എനിക്ക് നാച്ചുറൽ ബോൺ സ്കില്ലാണോ ഇത്? ജനിച്ചപ്പോഴേ ഞാൻ മൈക്കും പിടിച്ചോണ്ടാണോ വന്നേ? അല്ല. നിങ്ങൾ ഇന്ന് കാണുന്ന ഒരു സ്പീക്കേഴ്സും ജന്മന പബ്ലിക് സ്പീക്കർ അല്ല. അവർ പിന്നീട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. നിങ്ങൾ കാണുന്ന എന്ത് തരം സ്കില്ലും പിന്നീട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. രണ്ടാമത്തെ തെറ്റിദ്ധാരണ, നല്ല സ്പീക്കർ ആകണമെങ്കിൽ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിക്കണം. തെറ്റാ, അങ്ങനൊന്നുമില്ല. ആ നാണമുണ്ടായിരുന്ന, കോൺഫിഡൻ്റ് ഇല്ലാതിരുന്ന ആ അനിലാണ് ഇന്നിവിടെ നിൽക്കുന്നത്.